ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ചെയ്തൊരു ഷോർട്ട് വീഡിയോയുടെ തന്നെ ഫുൾ വീഡിയോ കണ്ടാലോ? ഡ്രാമയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ചാനലിൻ്റെയും ഇൻസ്റ്റഗ്രാം പേജിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹീറോയിനായ യുവനെയാണ് കാണിക്കുന്നത്. അവൾ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മൈൻഡ് വോയിസിൽ പറയുന്നത് വെച്ചാൽ ഷെൻ ഫാമിലിയിലെ ഉടനടി തന്നെ ഹയറിനെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. തന്റെ മുത്തശ്ശിയാവട്ടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്ന് അവൾ മനസ്സിലോർക്കുന്നുണ്ട്. ഹീറോയിൻ എല്ലാ കാര്യത്തിലും വളരെയധികം ബുദ്ധിസാമർഥ്യം കാണിക്കുന്നവളായിരുന്നു. അതുമാത്രമല്ല, ചെറുപ്പത്തിലെ അവളുടെ അച്ഛനമ്മമാർ മരണപ്പെട്ടു പോയതാണ്. അതുമൂലം തന്നെ ഷെൻ ഫാമിലിയിലെ അടുത്ത അനന്തരാവകാശിയായി ഹീറോയിനെ ആയിരിക്കാം തെരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നുള്ള സംശയം കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ ടൈമിലാണ് ഹീറോയിനെ കുറേയധികം കാറുകൾ ഫോളോ ചെയ്യുന്നതായി അവൾ ശ്രദ്ധിക്കുന്നത്. തന്നെ കൊലപ്പെടുത്താനായിട്ട് ആളുകളെ വിട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ പെട്ടെന്ന് തന്നെ കാർ വേഗത്തിൽ വിടുന്നുണ്ട്. എന്നാൽ മുമ്പിലൂടെയും കുറെ കാറുകൾ വന്ന് അവളുടെ കാറിന് ചുറ്റും വളയം ചെയ്യുന്നു. കാറിൽ നിന്നിറങ്ങി രക്ഷപ്പെടാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ചുറ്റും ആളുകൾ ആ സമയം കൊണ്ട് തന്നെ കൂടുന്നുണ്ട്. ഒരാൾ അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു പെൻഡന്റിൽ തൊട്ടിട്ട് രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട്. ഇതിന് പിന്നിലെ കാരണം എന്തെന്ന് വെച്ചാൽ അവളുടെ മുത്തശ്ശിയാണ്. കാരണം മുത്തശ്ശിയാണ് ആ പെൻഡന്റ് അവൾക്ക് നൽകിയത്. അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമ്പോൾ ആ പെൻഡന്റിൽ തൊട്ടിട്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി, ഒരു വ്യക്തി വന്ന് തീർച്ചയായും അവളെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തത്. ഉടനടി തന്നെ ആ പെൻഡന്റ് തിളങ്ങുകയും അവിടെ മാകെ പുക വ്യാപിച്ചതിന് ശേഷം അതിൽ നിന്നൊരു യുവാവ് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഈ യുവാവാണ് നമ്മുടെ ഹീറോ. അവൻ അവരെ ആരെ അറ്റാക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ അനക്കുന്നതിനനുസരിച്ച് അവൻ നടന്നു വരുന്ന പാതയിലുള്ളവരെല്ലാം ഫോഴ്സിൽ തെറിച്ചു വീഴുന്നുണ്ട്. ഇത് കണ്ട ഹീറോയിനും വല്ലാതെ ഷോക്കാവുന്നു. അവരാവട്ടെ സ്റ്റൈലിൽ തന്നെ ഹീറോയിന്റെ മുമ്പിൽ വന്ന് നിന്ന് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ ഒരു കാർ അവളെ ഇടിക്കാൻ വരുന്നുണ്ടെങ്കിലും ഹീറോ ഒറ്റ ചവിട്ടിന് തന്നെ ആ കാറ് വായുവിലേക്ക് ഉയർത്തി നിർത്തുന്നുണ്ട്. ഹീറോയിൻ അവിടെ പേടിച്ച് നിലത്തേക്ക് ഇരുന്നിരുന്നു. ആ കാറ് വായുവിൽ നിൽക്കുന്ന കണ്ടിട്ട് ഹീറോയിനും വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഹീറോ ഉടനടി തന്നെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് കൈ നീട്ടുന്നുണ്ട്. തന്നെ എഴുന്നേൽപ്പിക്കാനായിരിക്കും അവൻ കൈ നീട്ടുന്നതെന്ന് കരുതിയ ഹീറോയിൻ അവന് കൈ കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഞാൻ നിന്റെ കൈ തരാനല്ല പറഞ്ഞത്, എന്റെ പെൻഡന്റാണ് ആവശ്യപ്പെട്ടതെന്ന് ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. നീ എന്തൊക്കെയായി വിളിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഹീറോയിൻ പറയുന്നുണ്ട്. നീ ചുമ്മാ നടിക്കാനൊന്നും ശ്രമിക്കണ്ട, അത് വെച്ചല്ലേ നീ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. നിന്റെ കുടുംബത്തിലുള്ളവരെല്ലാം എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ടാണ് ഞാൻ ഈ പരുവമായി എന്നൊക്കെ പറഞ്ഞ് ഹീറോ ദേഷ്യപ്പെടുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവന്റെ സംസാരം കേട്ടപ്പോൾ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് സംസാരിക്കുന്നുണ്ട്. ഞാനാണ് നിന്നെ രക്ഷിച്ചത്, അതുകൊണ്ട് തന്നെ കുറച്ച് മര്യാദയോടൊക്കെ എൻ്റെ കൂടെ സംസാരിക്കാമെന്ന് ഹീറോ അവളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നോട് നന്ദി പറയുന്നതിന് പകരം കയർത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നു. നിന്റെ കുടുംബത്തിലുള്ളവർ കാരണമാണ് എൻ്റെ സന്തോഷകരമായ ജീവിതം ഇത്രയും നാൾ നശിച്ചു പോയത്. നിന്റെ മുത്തശ്ശിയെ പോലെ തന്നെയാണ് നീയും ഉള്ളത്. നീയും മോശക്കാരിയാണ്, നിന്റെ മുത്തശ്ശിയും മോശക്കാരിയാണ്. എന്തിനു പറയുന്നു, നിന്റെ കുടുംബം മുഴുവൻ മോശക്കാരാണെന്ന് ഹീറോ പറയുന്നുണ്ട്. നീ ആരെ കുറിച്ചൊക്കെ ഈ പറയുന്നതിന് ഹീറോയിൻ ദേഷ്യത്തോട് അവനോട് ചോദിക്കുമ്പോൾ, നിനക്കെന്താ ഇപ്പോഴും ഞാൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് ആവർത്തിച്ച് പറയണോ? നിന്റെ മുത്തശ്ശിയെ കുറിച്ചാ പറഞ്ഞത്. ഇത്രയും നാളൊരു കോൺട്രാക്ട് മൂലം എന്റെ ജീവിതം അവർ നശിപ്പിച്ചു കളഞ്ഞു എന്നും ഹീറോ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോഴാണ് ഹീറോയിന്റെ തന്റെ കഴുത്തിൽ കിടക്കുന്ന പെൻഡന്റിന്റെ കാര്യം ഓർമ്മ വന്നത്. അതും ഹീറോയിൻ തമ്മിൽ ബന്ധമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ അതിൽ തൊട്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഹീറോ അവിടെ വന്നത്. മുത്തശ്ശി പറഞ്ഞതൊക്കെ സത്യമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ ഹീറോയിൻ ആ കഴുത്തിൽ കിടക്കുന്ന പെൻഡന്റിൽ തൊടുമ്പോൾ തന്നെ ആ പെൻഡന്റ് ഇനി തന്നേ എന്ന് ഹീറോ അവളെടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അവള് ആ പെൻഡന്റ് നൽകില്ല എന്ന് പറയുന്നുണ്ട്. ഉടനടി തന്നെ ആ പെൻഡന്റ് വായിലേക്ക് ഉയരുന്നു. രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആ പെൻഡന്റിൽ കയറി പിടിക്കുന്നുണ്ട്. പെൻഡന്റ് കൊടുക്കില്ല എന്ന് അവളും പെൻഡന്റ് കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞ് അവനും തർക്കിക്കാൻ തുടങ്ങുന്നു. ഇത്രയും പേരെ ഇവിടെ അടിച്ചിട്ടേക്കുന്നത് കണ്ടല്ലോ, ഈ ഒരു അവസ്ഥയിൽ നിന്നെ എത്തിക്കാൻ എനിക്ക് അധിക സമയം വേണ്ട എന്ന് ഹീറോ അവളടുത്ത് പറയുന്നുണ്ട്. നീ എന്നെ പറഞ്ഞു പേടിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട. നീ ഇങ്ങനെയൊക്കെ കാണിച്ചാലും പറഞ്ഞാലും ഒക്കെ ഞാൻ പേടിക്കുമെന്നാണോ കരുതിയിരിക്കുന്നത്? ഞാൻ എന്തായാലും ഈ പെൻഡന്റ് നിനക്ക് നൽകാൻ പോകുന്നില്ല. നീ വേണേ വിട്ടിട്ട് പൊക്കോ എന്നും അവൾ പറയുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കോ. 50 വർഷമായിട്ട് കോൺട്രാക്ട് പ്രകാരം ഞാൻ നിന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ 3ാമത്തെ തവണയാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത്. ഈ 3 പ്രാവശ്യവും കോൺട്രാക്ട് പ്രകാരം നിനക്കൊരു ആപത്ത് പോലും സംഭവിക്കാതെ ഞാൻ നിന്നെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ജീവിതം എനിക്ക് സന്തോഷകരമായി ജീവിച്ചു തീർക്കാൻ പറ്റിയതേയില്ല. 50 വർഷമായിട്ട് നിന്റെ മുത്തശ്ശി എന്നെ ഒരു കോൺട്രാക്റ്റിൽ ട്രാപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. ചെറുപ്പകാലം മുതൽ നിനക്ക് വരുന്ന ആപത്തുകളിലെല്ലാം ഞാൻ നിന്നെ രക്ഷിച്ചിരുന്നു എന്ന് കേട്ടപ്പോൾ ഹീറോയിൻ ചിരിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്തോന്ന് 50 വർഷമായിട്ട് നീ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയതാണോ? നീ എന്ത് കോൺട്രാക്റ്റിനെ പറ്റിയൊക്കെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കെന്താ എന്നെ കണ്ടിട്ട് ഒരു ഭ്രാന്തിയെ പോലെ തോന്നുന്നുണ്ടോ എന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ട്. ഞാൻ സത്യം തന്നെയാണ് പറയുന്നത്, നീ ഇത് വിശ്വസിച്ചേ മതിയാവൂ എന്നവൻ പറയുമ്പോൾ, എന്തായാലും നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല, ഈ പെൻഡന്റും തരാൻ പോകുന്നില്ല എന്നവൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. എന്തായാലും ഞാൻ ഈ പെൻഡന്റും കൊണ്ട് ഇവിടെ നിന്ന് പോകൂ. ഇപ്പോൾ കോൺട്രാക്ട് പ്രകാരം 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ നിന്നെ സഹായിക്കുന്നത്.
ഇനിയും നിങ്ങളുടെ അടിമയായിട്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനിയെങ്കിലും എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കണം എന്ന് പറഞ്ഞ ആ പെൻഡന്റ് ഹീറോ അവന്റെ അടുത്തേക്ക് വലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോയിനും അവളുടെ അടുത്തേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്. അങ്ങനെ ആ പെൻഡന്റ് രണ്ടായി പോവുകയും അതിലുള്ള ശക്തികൾ ഹീറോയുടെ ദേഹത്തേക്ക് എൻ്റർ ആവുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഇതോടെ ഈ കോൺട്രാക്ട് അവസാനിച്ചിരിക്കുന്നു. പെൻഡന്റും രണ്ടായി പോയി. ഇനി ഞാൻ ആരുടെയും അടിമയില്ല. എന്റെ ജീവിതത്തിലെ സ്വാതന്ത്ര്യം ഞാൻ സന്തോഷകരമായി ജീവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ വായുവിലേക്ക് പറക്കാൻ ശ്രമിക്കുന്നു. ഇതും കൂടെ കണ്ടപ്പോൾ ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. തന്റെ മുൻപിൽ നിൽക്കുന്ന ഇവനൊരു മനുഷ്യനാണോ, ഗോഡാണോ, അതോ ഡീമനാണോ എന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പറന്നു പോകാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ അവന്റെ ദേഹം മുഴുവൻ തീ പടരുന്നു. ഹാപ്പിയായി പോയോണ്ടിരുന്നവൻ പെട്ടെന്ന് തന്നെ ഭയന്ന് നിലത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് അവൻ അതിശയത്തോടെ ആലോചിക്കുന്നുണ്ട്. മുമ്പോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ വീണ്ടും അവന്റെ കാലിൽ തീ പടരുന്നുണ്ട്. എന്തെങ്കിലും മാജിക് ആയിരിക്കുമെന്ന് സംശയം തോന്നിയ ഹീറോ ആവട്ടെ അവന്റെ ഒരു വിരലിനടി കൊണ്ട് മുമ്പിലോട്ട് നീട്ടി നോക്കുന്നുണ്ട്. എന്നാൽ ആ ക്ഷണം അവന്റെ വിരലിലും തീ പിടിക്കുന്നു. സംശയം തോന്നിയ ഹീറോ ആവട്ടെ ഒരടി പിന്നിലേക്ക് വെക്കാൻ ഹീറോയിൻ്റെ കൂടെ ആവശ്യപ്പെടുന്നുണ്ട്. തൽക്ഷണ നേരം കൊണ്ട് അവന്റെ ദേഹമാസകെല്ലാം വീണ്ടും തീ പടരുന്നു. ഇപ്പോൾ അവനൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഹീറോയിനിൽ നിന്ന് 3 മീറ്റർ അകലേക്ക് അവൻ പോയി കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് വെന്ത് വെണ്ണീറാവുമെന്ന്. പെൻഡന്റ് നശിച്ചു പോയത് കൊണ്ട് തന്നെ അവൻ വല്ലാത്തൊരു കുഴപ്പത്തിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത്. തനിക്ക് ഈ ജന്മത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലേ എന്നും ഇനിയും ഇവളുടെ അടിമയായി ജീവിക്കണമോ എന്നൊക്കെ ഹീറോ ഓർത്തിട്ട് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ദൈവമാണോ എന്ന്. അതേ എന്ന് കൂട്ടിക്കോ എന്ന് ഹീറോ പറയുമ്പോൾ, എന്റെ അടുത്ത് നിന്ന് കുറച്ചൊന്ന് മാറിപ്പോയാൽ നീ കത്തി ചാമ്പലായി പോവും. അങ്ങനെയുള്ള നീയാണോ ദൈവമെന്ന് അവള് കളിയാക്കിക്കൊണ്ട് അവനോട് ചോദിക്കുന്നുണ്ട്. ഉടനടി തന്നെ അവൾ പുതിയൊരു കോൺട്രാക്ട് ഫോണിൽ റെഡിയാക്കി അവനെ കാണിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങളുടെ ട്രാപ്പിൽ എന്നെ ആക്കാൻ നോക്കുകയാണോ എന്ന് ഹീറോ അവളെടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തായാലും നീ കൂടുതലൊന്നും വിചാരിച്ചു കൂട്ടണ്ട. നിനക്ക് എന്നെ വിട്ട് എവിടെയും പോകാൻ സാധിക്കില്ല. ആ ഒരു സ്ഥിതിക്ക് നീ എന്റെ ബോഡി ഗാർഡായിട്ട് ഇരുന്നോളാൻ അവൾ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തോന്ന്, ദൈവമായ ഞാൻ നിന്റെ ബോഡി ഗാർഡ് ആവാനോ എന്നും ചോദിച്ച ഹീറോ വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്കതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ എന്ത് സംഭവിച്ചാലും നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ ഉടനടി തന്നെ അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. അവൾ പോയി കഴിഞ്ഞാൽ അവന് തന്നെയാണല്ലോ പ്രശ്നം. ഇനി മുതൽ നീ പറയുന്നതല്ല ഞാൻ കേൾക്കാൻ പോകുന്നത്, ഞാൻ പറയുന്നതാണ് നീ കേൾക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഹീറോയിൻ അവന്റെ തലയിൽ തൊടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ പെട്ടെന്ന് ശക്തി ഉപയോഗിച്ച് സ്പീഡിൽ ഇപ്പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറഞ്ഞു വരുന്നതെന്ന് ഹീറോ അവളടുത്ത് ചോദിക്കുമ്പോൾ, ഞാൻ പറയുന്നതൊക്കെ നീ കേട്ടേ മതിയാവൂ, അല്ലാതെ നിനക്ക് വേറെ വഴിയില്ല. എന്നോടൊപ്പം ചേർന്ന് നിന്ന് എൻ്റെ ബോഡി ഗാർഡായി വർക്ക് ചെയ്യണമെന്ന് അവൾ അവൻ്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം കാറിലേക്ക് കയറുന്നു. എവിടേക്ക് പോവുകയാണെന്ന് ഹീറോ തിരക്കുമ്പോൾ ഇപ്പോൾ നടന്നതിന് റിവെഞ്ച് എടുക്കാൻ പോവുകയാണെന്നും ഹീറോയിൻ പറയുന്നു. പിന്നീട് ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. അത് ഹീറോയിന്റെ അച്ഛന്റെ മൂത്ത സഹോദരന്റെ മകളാണ്. നിന്റെ ഇത്രയും ആളുകളെ വിട്ടിട്ട് ഒരു നരന്ത പെണ്ണിനെ കൊല്ലാൻ സാധിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ പെൺകുട്ടി അവളുടെ ഭർത്താവിനോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശിക്കാണെങ്കിൽ അവളോടാണ് സ്നേഹ കൂടുതൽ, അവളാണെങ്കിൽ ഒരു അനാഥയുമാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഷെൻ ഫാമിലിയിലെ മുഴുവൻ സ്വത്തുക്കളും തനിക്ക് എങ്ങനെ ലഭിക്കുമെന്ന് ചോദിച്ച് അവള് ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീയൊന്ന് സമാധാനപ്പെട്, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, ഇതുവരെ അനന്തരാവകാശിയെ തീരുമാനിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളുടെ ഭർത്താവ് അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അവള് മരിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം തന്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി വളരെയധികം ദേഷ്യത്തോടെ അവിടേക്ക് ഇരിക്കുമ്പോഴാണ് ആരെ കൊല്ലുന്ന കാര്യമാണ് പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിൻ അവിടേക്ക് കയറി വരുന്നത്. ആ പെൺകുട്ടി ഉടനടി തന്നെ ഹീറോയിനെ ഉപദ്രവിക്കാനായി ചാടി എഴുന്നേറ്റതാണെങ്കിലും ഹീറോയിൻ അവളുടെ കരണത്തൊരടി കൊടുക്കുന്നുണ്ട്. എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചിട്ട് ഹീറോയിൻ വീണ്ടും അവളെ പൊതിരെ തല്ലുന്നു. ആ പെൺകുട്ടിയെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഹീറോയിൻ അവളെ അടിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് തന്നെ ഇത് നമ്മുടെ കുടുംബത്തിനകത്ത് നടന്ന ഒരു കാര്യമല്ലേ, നിങ്ങൾ സിസ്റ്റേഴ്സ് അല്ലേ, അതങ്ങ് മറന്നു കളഞ്ഞൂടെ എന്ന് അവളുടെ ഭർത്താവ് ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്ത് സിസ്റ്റേഴ്സോ, അങ്ങനെയല്ലേ വരത്തോളൂ, നമ്മളെല്ലാം ഒരു ഫാമിലി അല്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ, നമ്മൾ ഒരു ഫാമിലിയോ, അങ്ങനെ ഒരു ഫാമിലിയിലുള്ളവരാണെങ്കിൽ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കില്ലല്ലോ എന്ന് ഹീറോയിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്നെ കൊല്ലാൻ ശ്രമിച്ചവർ തീർച്ചയായും എന്റെ കുടുംബാംഗങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ നിനക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്ക് നേരെ ഒരു നോട്ടീസ് എടുത്ത് കാണിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു എന്നായിരുന്നു ഉള്ളത്. അതിന് ബോർഡിലുള്ള മറ്റംഗങ്ങൾ അതിന് സമ്മതിക്കണ്ടേ എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ, നീ ചെയ്തു കൂട്ടിയ പ്രവൃത്തിക്കുള്ള ശിക്ഷയാണിത്. തീർച്ചയായും അവർ വരുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയും ചെയ്യും, നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ അവളുടെ സഹോദരിയുടെ ബോഡി ഗാർഡ്സ് അവിടെ എത്തുന്നുണ്ട്. അവളെ ഉപദ്രവിച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബോഡി ഗാർഡ്സിനെ കണ്ടുടഞ്ഞ് തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്, തനിക്ക് ഇതിനെ പറ്റിയൊന്നും ഓർത്ത് യാതൊരു ടെൻഷനുമില്ല,
തന്റെ ബോഡി ഗാർഡ് ഇവരെ കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ എടുത്തവള് പറയുന്നുണ്ട് പോയി നിന്റെ പവർ എന്താണെന്ന് കാണിച്ചിട്ട് വരാൻ. പക്ഷെ ഹീറോ ആവട്ടെ അവന്റെ മൊബൈലിൽ ഗെയിം കളിക്കുകയായിരുന്നു. ഇത് കണ്ട് അവളുടെ സഹോദരി ആവട്ടെ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ നിന്നെ പോലെ തന്നെ ഒരു ബോഡി ഗാർഡിനെയാണല്ലോ സെലക്ട് ചെയ്ത് കൂടെ കൂട്ടിയിരിക്കുന്നേ എന്ന്. ഹീറോയിനാവട്ടെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ എന്താ എന്നെ നാണം കെടുത്താനാണോ ഇവിടേക്ക് വന്നിരിക്കുന്നത്? നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായെങ്കിലേ പറ്റത്തുള്ളൂ. നീ ഇപ്പോൾ എന്നെ രക്ഷിക്കുന്നോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ എഴുന്നേറ്റ് ആക്റ്റീവായി അവളുടെ അടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എല്ലാം എണ്ണം എടുക്കുന്നുണ്ട്. ഒരാൾ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ഹീറോ ഒന്ന് വിരൽ ചൂണ്ടിയതേ ഉള്ളൂ. അയാൾ വെറും ഒരു ഫോട്ടോയായി മാറി ഹീറോയുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. അവനുമായി ഫൈറ്റ് ചെയ്യാൻ വന്ന എല്ലാവരെയും അവനൊരു ഫോട്ടോ ആക്കി മാറ്റുന്നുണ്ട്. ഈ കാഴ്ച കണ്ട ഹീറോയിന്റെ സഹോദരിയും ഭർത്താവും വല്ലാതെ ഷോക്കാവുന്നുണ്ട്. അവിടെ നിന്ന് പോകാൻ നേരം ഹീറോ ആ ഫോട്ടോ വീണ്ടും നിലത്തേക്ക് എറിയുമ്പോൾ അവരെല്ലാവരും വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് എത്തുന്നുണ്ട്. ഇനിയൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടരുതെന്ന് വിലക്കിയിട്ട് തന്നെയാണ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നത്. ഇനി നിന്നോടിത് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. നിനക്ക് എത്ര സാലറി വേണമെന്ന് ഹീറോയിൻ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്ത് സാലറിയോ? എനിക്ക് സാലറി തരാനുള്ള പണമൊന്നും നിന്റെ പക്കൽ കാണില്ല. വെറുതെ ഓരോരോ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ കോൺട്രാക്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് രണ്ടുപേർക്കും ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന വഴിയെക്കുറിച്ച് ആലോചിക്കൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് മുമ്പോട്ട് നടക്കുന്നുണ്ട്. നീ ഇതെവിടെ പോവുകയാണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഇതിനൊക്കെ കാരണക്കാരിയായ നിന്റെ ആ വൃദ്ധയായ മുത്തശ്ശിയുണ്ടല്ലോ അവരെ കാണാൻ പോവുകയാണെന്ന് ഹീറോ പറയുന്നുണ്ട്. അവർ കാരണമാണ് തനിക്ക് ഇത്രയും പ്രശ്നമെന്ന് ഓർത്തുകൊണ്ട് തന്നെ ഹീറോയിനും കൂടി മുത്തശ്ശിയെ കാണാൻ പോകുന്നുണ്ട്. അവർ കാണാൻ വരുമെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശിയാവട്ടെ വയ്യാത്ത ഭാവത്തിൽ തന്നെ കണ്ണുകൾ അടച്ച് നിശബ്ദമായി കിടക്കുന്നു. അവർ മനഃപൂർവ്വമാണ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. ഹീറോയിൻ അവിടെ വന്നപ്പോൾ തന്നെ ഒരു നേഴ്സ് അവളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശിയുടെ നില അതീവ ഗുരുതരമാണെന്ന്. ഇത് കേട്ടയുടനെ തന്നെ ഹീറോയിൻ അവരുടെ അടുത്തിരുന്ന് കരയാൻ തുടങ്ങുന്നു. പക്ഷെ ഹീറോ ആവട്ടെ അവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ഹീറോയിൻ ദേഷ്യത്തോടെ അവൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്. നീ ഇത്രയ്ക്ക് മന്ദബുദ്ധിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ വൃദ്ധയായ സ്ത്രീയുടെ തന്ത്രത്തിന് പ്രായം ചെന്നിട്ടും യാതൊരു കുഴപ്പവുമില്ല. ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മളെ കാണാതിരിക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ അഭിനയിച്ച് കിടക്കുകയാണെന്ന് അവൻ പറയുന്നു. ഉടനടി തന്നെ അവരുടെ ദേഹത്തേക്ക് ശക്തി ഉപയോഗിച്ചവൻ തീ വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഭയന്നു പോയവർ തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഹീറോ പെട്ടെന്ന് തന്നെ മന്ത്രശക്തി ഉപയോഗിച്ച് ആ തീ അണയ്ക്കുന്നുണ്ട്. മുത്തശ്ശി അവനോട് പറയുന്നുണ്ട് 50 വർഷമായി നീ കറക്റ്റായി നിന്റെ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. അന്നും ഇന്നും നീ ഹാൻസം തന്നെയാ. നിനക്കൊരു മാറ്റവും ഇല്ല എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാണ് 50 വർഷമായിട്ട് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. നിങ്ങൾ കാരണമാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായെന്നും പറഞ്ഞ് ഹീറോ അവരോട് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. 50 വർഷം കൊണ്ടൊരു കോൺട്രാക്ട് മൂലം നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിച്ചു എന്ന് ഹീറോ പറയുമ്പോൾ തന്നെ ഫ്ലാഷ് ബാക്കിൽ എന്താണ് നടന്നതെന്ന് ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. അവളുടെ മുത്തശ്ശിയുടെ ചെറുപ്പകാലത്ത് കുടുംബത്തെ എല്ലാ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമെന്നും അതിന് പകരമായി തന്റെ 20 വർഷത്തെ ജീവിതം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെന്നും അവർ പ്രാർത്ഥിക്കുന്നു. ഇതേ സമയം ദൈവമായ ഹീറോ അവിടെ പ്രത്യക്ഷപ്പെടുകയും 20 വർഷത്തെ അവരുടെ ജീവിതം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഉടനടി തന്നെ ഹീറോ അവിടേക്ക് ഒരു കോൺട്രാക്ട് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടുവൊന്നും വേണ്ട. ഞാൻ നിങ്ങളുടെ കുടുംബത്തെ 20 വർഷം എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കാം. പക്ഷേ ഞാൻ ആവശ്യപ്പെടുന്നത് എന്ത് വേണമെങ്കിലും നിങ്ങൾ എനിക്ക് നൽകിയേ മതിയാവൂ എന്നും ഹീറോ പറയുന്നു. മുത്തശ്ശി അതിന് ഓക്കെ പറയുന്നുണ്ട്. പക്ഷേ തനിക്ക് ആ കോൺട്രാക്ട് പേപ്പേഴ്സ് ഒന്ന് നൽകാമോ? 3 ദിവസത്തിനകം ആലോചിച്ച് തീരുമാനമെടുക്കാമെന്നും മുത്തശ്ശി അവനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ഹീറോ ആ പേപ്പേഴ്സ് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് പ്രസന്റിലേക്ക് വരുന്നുണ്ട്. ഹീറോയിൻ ചോദിക്കുന്നുണ്ട് കോൺട്രാക്ട് 20 വർഷത്തേക്കല്ലേ കൊടുത്തിരുന്നത്, പിന്നെ എങ്ങനെ അത് 50 വർഷമായെന്ന്. ഹീറോ പറയുന്നുണ്ട് ഓൾറെഡി ഞാൻ അതിൽ സൈൻ ചെയ്തിരുന്നു. മുത്തശ്ശി ആ കോൺട്രാക്ട് പേപ്പേഴ്സ് മേടിച്ചുകൊണ്ട് പോയിട്ട് 20 വർഷം എന്നുള്ളത് 50 വർഷമാക്കി സൈൻ ചെയ്തു. അവർക്ക് എങ്ങനെയാണോ ആവശ്യം ആ രീതിയിൽ അവർ ആ കോൺട്രാക്ട് പേപ്പേഴ്സ് തിരുത്തുകയും നിങ്ങളുടെ ഷെൻ ഫാമിലിയെ രക്ഷിക്കണമെന്ന് എഴുതി പിടിപ്പിക്കുകയും ചെയ്തു ആ കോൺട്രാക്റ്റില്. ഈ ലേഡി അത്ര ചെറുപ്പത്തിൽ തന്നെ എത്ര കുഴപ്പക്കാരിയാണെന്നറിയാമോ? എന്നെ പറ്റിച്ച് എന്റെ യുവത്വം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് ഹീറോ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? കാര്യങ്ങളൊക്കെ നന്നായി പൊക്കോണ്ടിരിക്കില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഹീറോ ദേഷ്യത്തോടെ തന്നെ അവരെ നോക്കുന്നുണ്ട്. അവന്റെ കണ്ണിലെ കളറൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അത് കണ്ട് ഹീറോയിൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. മുത്തശ്ശിയോട് അവൾ പറയുന്നുണ്ട് ഇനി അവനോട് യാതൊരു കാര്യവും പറയരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ സമാധാനമായിട്ടൊന്ന് കേൾക്ക്. നിങ്ങൾ ഇവനെ കുറിച്ച് ഓർത്ത് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവനിപ്പോൾ എന്റെ കൈക്കുള്ളിലാണുള്ളത്. ഞാൻ പറയുന്നത് പോലെ അവന് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഹീറോയിന്റെ മുത്തശ്ശിക്കും സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അവരിരുവരും അവിടെ നിന്ന് പോയതിനു ശേഷം മുത്തശ്ശി ആ പെൻഡന്റിന്റെ ത്രെഡ് എടുത്തു വെച്ചിട്ട് ഇനിയും സത്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ സമയമായില്ല എന്നും ഈ കോൺട്രാക്ട് അവസാനിപ്പിക്കാൻ സമയമായില്ല എന്നും അവർ മനസ്സിലോർക്കുന്നു. ഹീറോ ദേഷ്യത്തോടെ അവിടെ നിന്ന് വേഗത്തിൽ പോകുന്ന കണ്ടിട്ട് ഹീറോയിൻ പിന്നാലെ ചെന്നിട്ട് പറയുന്നുണ്ട് കൂടുതൽ അകലത്തേക്ക് പോകുന്നത് സൂക്ഷിച്ചു വേണം. ദേഷ്യപ്പെടുന്നതൊക്കെ കൊള്ളാം. ഞാൻ മുത്തശ്ശിക്ക് പകരം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന്.
നീ എന്നോട് ക്ഷമിക്കണമെന്നോ? അതെ, ഞാൻ തന്നെയാണ് നിന്നോട് ക്ഷമിക്കേണ്ടേ എന്ന് ഹീറോയിൻ പറയുമ്പോൾ നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. 2000 വയസ്സുണ്ടെന്ന് അവൻ പറയുമ്പോൾ എന്തോന്ന് 2000മോ? അപ്പോൾ നീ ഒരു കിഴവനായിരിക്കുമല്ലോ. നിനക്ക് ഫോണിനെ കുറിച്ചോ വീചാറ്റിനെ പറ്റിയൊന്നും അറിയത്തില്ലല്ലോ, ഈ ജനറേഷന്റെ കാര്യങ്ങളെ പറ്റിയൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഞാൻ വേണമെങ്കിൽ ഒരു ഫോൺ വാങ്ങിത്തരാം, ദാ ഇതാണ് എൻ്റെ ഫോൺ, ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടോ എന്ന് പറഞ്ഞ് അവൾ ഫോൺ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോഴത്തെ ട്രെൻഡിനെ പറ്റിയൊക്കെ നല്ലപോലെ തന്നെ അറിയാം, എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ കണ്ടോ എന്ന് പറഞ്ഞ് അവൻ്റെ ഫോൺ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ഐഫോൺ ആണ്. എന്നെ പറ്റി ഓർത്ത് നീ ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവുമില്ല, ഈ കാലഘട്ടത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് നല്ലവണ്ണം അറിയാം. കഴിഞ്ഞ മാസം ജി ഡ്രാഗന്റെ കംബാക്ക് കോൺസെർട്ട് പോലും ഞാൻ തന്നെയാണ് ആദ്യം പോയി കണ്ടേ എന്നും അവൻ പറയുന്നു. എനിക്ക് പണം തരാനോ മറ്റു സാധനങ്ങൾ വാങ്ങിത്തരാനോ നീ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് പണം തരാനുള്ള വോത്തൊന്നും നിനക്കില്ല, എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, എനിക്ക് തരാൻ പറ്റുന്ന പണമൊന്നും നിന്റെ കയ്യിലില്ല എന്ന് ഹീറോ പറയുമ്പോൾ ശരി ശരി, നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടാതെ, 1 മാസത്തിനുള്ളിൽ ഈ കോൺട്രാക്ട് എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെ പറ്റി ആലോചിക്കാമെന്നും ഇപ്പോൾ എനിക്ക് പ്രൊട്ടക്ഷൻ മാത്രം നൽകിയാൽ മതിയെന്നും അവൾ പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിൻ നീ ഹൃദയശൂന്യനായ മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു വിളിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ അവിടെയുള്ളവരൊക്കെ അവരിരുവരെ നോക്കുന്നുണ്ട്. നീ ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞ് യാതൊരു അറ്റൻഷനും ഞാൻ അതിനെ തരാനും പോകുന്നില്ല, ഞാൻ നിന്നെ ഭയപ്പെടാനും പോകുന്നില്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിനെ കൊലപ്പെടുത്താൻ വേണ്ടി വീണ്ടും ആൾക്കാർ അവിടെ എത്തിയിരുന്നു. അവരൊക്കെ അവളെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഹീറോ മന്ത്രശക്തി ഉപയോഗിച്ച് ബുള്ളറ്റിനെ തടഞ്ഞതിന് ശേഷം ഷൂട്ട് ചെയ്തവരുടെ ദേഹത്തേക്ക് തന്നെ ആ ബുള്ളറ്റ് അയക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അവളെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഹീറോ ആ ബുള്ളറ്റൊക്കെ തിരിച്ച് അവരുടെ ദേഹത്തേക്ക് തന്നെ അയക്കുകയാണ് ചെയ്തത്. ഒരാൾ മാത്രം അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നു. ഹീറോ രക്ഷപ്പെട്ട ആളെ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ ഇതേ സമയം വല്ലാതെ ഭയന്ന് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. അത് കണ്ടിട്ട് ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്, നിന്നെ കൊണ്ട് എങ്ങനെ ഷൻ ഫാമിലിയുടെ ഹയറായിട്ട് ഇരിക്കാൻ സാധിക്കുമെന്ന്? ബാക്കിയുള്ളവരെ എല്ലാം പ്രൊട്ടക്ട് ചെയ്ത് കുടുംബം നയിക്കേണ്ടത് നീയല്ലേ, അങ്ങനെയുള്ള നീ തന്നെ ഇങ്ങനെ പേടിച്ചിരുന്ന് കരഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ കൂടുതൽ പേടിയാവുന്നുണ്ട്. അവള് വല്ലാതെ ഫീലായി കരയുന്നുണ്ട്. അവൾക്ക് എഴുന്നേക്കാൻ വേണ്ടി ഹീറോ കൈനീട്ടി കൊടുക്കുന്നുണ്ടെങ്കിലും അവള് അവിടെ തന്നെ ഇരുന്നതേ ഉള്ളൂ. ഞാൻ നിന്റെ അമ്മയോ അച്ഛനോ ഒന്നുമല്ല നിന്നെ സമാധാനിപ്പിക്കാൻ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുന്നേറ്റാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഹീറോ സൈഡിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. അവള് വീണ്ടും വല്ലാതെ ഭയന്ന് കരയുന്ന കണ്ടിട്ട് വാ പോവാമെന്ന് പറഞ്ഞ് ഹീറോ അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവളുടെ സഹോദരി അവിടെ മാസ്ക് ധരിച്ചൊരു യുവാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ സമയം ഇത്രയൊക്കെ ചെയ്തിട്ടും അവളെ കൊല്ലാൻ സാധിച്ചില്ലല്ലോ, നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുകയാണെന്നൊക്കെ വളരെ ദേഷ്യത്തോടെ ആ പെൺകുട്ടി അയാളോട് ചോദിക്കുന്നുണ്ട്. എന്റെ ആളുകളുടെ കയ്യിൽ ഗണ്ണുകൾ ഉണ്ടായിട്ട് പോലും ആ ഗണ്ണുകൾ വെച്ച് എന്റെ ആളുകളെ അവൻ കൊന്നുകളഞ്ഞു, അത്രത്തോളം ബുദ്ധിശാലിയും ശക്തിശാലിയുമാണ് അവൻ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, എന്റെ പക്കൽ മറ്റൊരു ഐഡിയ ഉണ്ടെന്ന് ആ മുഖംമൂടി ധരിച്ച വ്യക്തി പറയുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ ഹീറോയിനെ ഹീറോ വീട്ടിലെത്തിച്ചിരുന്നു. അവന്റെ കൈയൊക്കെ അപ്പോഴും ബേണാവുന്നുണ്ടായിരുന്നു. ഹീറോ അവളുടെ അടുത്ത് ഈ സമയം ഏത് ഷാമ്പു ആണ് അവൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ടല്ലേ, നീ ഇപ്പോൾ കുളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്റെ ഷാമ്പു അവിടെ തന്നെ ഇരിപ്പുണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന അവൾ പറയുന്നുണ്ട്. ഹീറോ ചെറിയ ഷോക്ക് ആവുന്നുണ്ട്. അവളുടെ സംസാരമൊക്കെ കേട്ടിട്ട് ഇപ്പോൾ ടൈം ഒരുപാടായി, പോയി കിടക്കെന്ന് പറഞ്ഞ് ഹീറോ അവളെ പറഞ്ഞു വിടുന്നുണ്ട്. ഹീറോയ്ക്ക് അവളുടെ അടുത്തുനിന്ന് ഒരുപാട് ദൂരത്തേക്ക് പോകാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ബോർഡ് വെച്ച് രണ്ടുപേരും കിടക്കുന്നിടം തിരിച്ചിരുന്നു. ഹീറോയിൻ ആവട്ടെ ഹീറോയെ കുറിച്ച് തന്നെ ആലോചിച്ച് അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയ്ക്ക് അവൾ സംസാരിക്കുന്നതും ആലോചിക്കുന്ന കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൻ ആ ബോർഡിലൊന്ന് തട്ടിയിട്ട് നീ ഒന്ന് വായടച്ച് വെച്ചിട്ട് പുറത്തേക്ക് വാ എന്ന് പറഞ്ഞ് അവളെ പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുളിക്കാൻ പോവുകയാണ്, നീയും എന്നോടൊപ്പം വാഷ്റൂം വരെ വരണമെന്ന് ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. നീ എന്തൊക്കെയാ ഈ പറയുന്നത്, ഞാൻ നിന്നോടൊപ്പം കുളിക്കണമെന്നോ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ നിന്റെ അടുത്തുനിന്ന് മാറി എന്നാൽ എന്റെ കാര്യത്തിലൊരു തീരുമാനമാവും, മര്യാദയ്ക്ക് വന്ന് ബാത്റൂമിന്റെ വെളിയിൽ നിൽക്കെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് അവൾക്കൊന്ന് ആശ്വാസമായത്. ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അവൻ കുളിക്കുന്ന ബാത്റൂമിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഈ സമയം ചെറുതായിട്ടൊന്ന് കതവ് തുറന്ന് നോക്കുന്നുണ്ട്. അവന്റെ ചെസ്റ്റ് ഒക്കെ കണ്ടപ്പോൾ അവള് വല്ലാതെ ആവുന്നുണ്ട്. നോക്കരുത്, ഇനിയും നോക്കരുതെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾ തിരിയുന്നുണ്ട്. മനസ്സിൽ അവൾ എങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്ക് വീണ്ടും നോക്കാതിരിക്കാൻ സാധിച്ചില്ല. അവള് ചെറുതായിട്ട് പാളി നോക്കുന്നുണ്ടെങ്കിലും കതവ് പെട്ടെന്ന് തുറന്ന് അവള് അകത്തേക്ക് വീഴാൻ പോകുന്നു. ഇതേ സമയം കുളി കഴിഞ്ഞ ഹീറോ അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ പിടിവിടുന്നത് കൊണ്ട് തന്നെ അവള് നിലത്തേക്ക് വീഴുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ ചെയ്തേന്ന് അവള് ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്. വെറുതെ നീ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന എന്തിനാ, പോയി കിടന്നുറങ്ങുന്നവൻ പറയുന്നു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഉറങ്ങാൻ പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ കുറച്ച് ആൾക്കാർ വീട്ടിനുള്ളിലേക്ക് കയറി ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. ഹീറോയിനെ അവരവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനനുസരിച്ച് തന്നെ അവന്റെ ദേഹമാസകലം തീ പടരാനൊരുങ്ങുന്നു. ഹീറോയിൻ എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഹീറോ അവൾ കിടക്കുന്നിടത്ത് ചെന്ന് നോക്കിയെങ്കിലും അവളെ കണ്ടില്ല. ഉടനടി തന്നെ അവളെ അന്വേഷിച്ച് അവൻ അവിടെ നിന്ന് പോകുന്നു. അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതിൽ ഒരാളാവട്ടെ അവളുടെ സഹോദരിയെ വിളിച്ചിട്ട് ആ ലേഡിയെ നിങ്ങൾ പറഞ്ഞ കണക്ക് തന്നെ ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടല്ലോ, അവളെ അങ്ങ് കൊന്നു തള്ളിയേക്കെന്ന് തന്നെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നാലെ എന്തോ പറന്നു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവർ വേഗത്തിൽ തന്നെ കാർ ഓടിക്കുന്നുണ്ട്. പക്ഷെ ഹീറോ കാറിന്റെ മുമ്പിലേക്ക് ചെന്ന് ഒറ്റ കൈ കൊണ്ട് തന്നെ കാർ സ്റ്റോപ്പ് ചെയ്യിക്കുന്നുണ്ട്. അതിനുശേഷം അവരെ എല്ലാവരെയും കൊല്ലുന്നു.
കാറിലെ ഡ്രൈവർ വണ്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ ആ കാർ വായുവിൽ നിർത്തിയതിനു ശേഷം ആ യുവാവിനെയും അടിച്ച് ബോധം കെടുത്തിയതിനു ശേഷം ഹീറോയിനെ രക്ഷിക്കുന്നുണ്ട്. അവളാവട്ടെ ഭയന്ന നിലത്തേക്കിരിക്കുകയായിരുന്നു. ഹീറോ അവന്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് സ്മോക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ലൈറ്റർ കത്തുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഹീറോയിന്റെ അടുത്ത് നിന്ന് കുറെ മുമ്പോട്ട് പോയതിനു ശേഷം അവന്റെ കൈവിരൽ കൊണ്ട് തന്നെ തീ കത്തിച്ച് സിഗരറ്റ് കത്തിച്ച് സ്മോക്ക് ചെയ്യുന്നുണ്ട്. ഹീറോയിനും തനിക്ക് സ്മോക്ക് ചെയ്യണമെന്നുള്ള രീതിയിൽ അവന്റെ നേർക്ക് സിഗരറ്റിന് കൈ നീട്ടുന്നുണ്ടെങ്കിലും അത് അവളുടെ ബോഡിക്ക് നല്ലതല്ലെന്ന് പറഞ്ഞ് അവൻ ആ സിഗരറ്റ് എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ പിന്നെ നീ സിഗരറ്റ് വലിക്കുന്നത് എന്തിനാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ സ്മോക്ക് ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നും അവൻ പറയുന്നു. ഹീറോയിനാവട്ടെ വല്ലതെ ഫീൽ ചെയ്ത് കരയുന്നുണ്ട്. എന്നെ കൊണ്ട് ഈ കമ്പനി നോക്കി നടത്താനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അഥവാ ഞാൻ നോക്കി നല്ലപോലെ നടത്തിയാൽ പോലും സമാധാനമായി അവരെന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ വല്ലാതെ കരയുന്നുണ്ട്. ഹീറോയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് വല്ലാതെ വിഷമമാവുന്നുണ്ട്. അവളുടെ തലയിൽ മൃദുവായി തലോടാൻ അവൻ കൈ കൊണ്ട് പോയതാണെങ്കിലും അവൾക്ക് എന്ത് തോന്നുമെന്ന് കരുതി പെട്ടെന്ന് തന്നെ അവൻ കൈ മാറ്റുന്നുണ്ട്. എന്നാൽ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ അവൾ വല്ലാതെ ഫീൽ ചെയ്ത് വിഷമിച്ചവന്റെ തോളിലേക്ക് ചേരുന്നുണ്ട്. അവനും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനായി അവളെയും കൊണ്ടവൻ ആകാശത്തേക്ക് പറന്ന് മൂണിന്റെ അടുത്ത് വരെ കൊണ്ടു ചെന്നിട്ട് പിന്നീട് വീട്ടിലേക്ക് കൊണ്ടു ചെന്നാക്കുന്നുണ്ട്. വീട്ടിലെത്തിയിട്ടും അവൾക്ക് ഇറങ്ങാനുള്ള ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ നീ ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ അവളെ സോഫയിലേക്ക് ഇരുത്തിയതിനു ശേഷം അവന്റെ ശക്തി ഉപയോഗിച്ച് അവളുടെ ദേഹത്തുണ്ടായിരുന്ന മുറിവിലെ വേദനകളെല്ലാം മാറ്റിക്കൊടുത്തതിനു ശേഷം അതിൽ മരുന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും വളരെയധികം ക്ലോസ് ആയി വരുന്നത് കൊണ്ട് തന്നെ ഹീറോയിൻ നെർവസായി അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഹീറോ കിടക്കാൻ ചെല്ലുന്ന നേരവും അവൾ പറയുന്നുണ്ട്, ഞാനിന്ന് നിന്നോടൊപ്പം നിന്റെ ബെഡിൽ കിടന്നോട്ടെ, എനിക്ക് വളരെയധികം പേടി തോന്നുന്നു എന്ന്. അങ്ങനെ ഹീറോയിനാവട്ടെ പാവകളെയൊക്കെ വെച്ച് അവരുടെ ഇടയിൽ അതിര് തിരിച്ചാണ് കിടക്കുന്നത്. ഇതേ സമയം ഒരു ഇടിമിന്നൽ ഉണ്ടാവുന്നത് മൂലം തന്നെ അവൾ പെട്ടെന്ന് പരിഭ്രാന്തിയോടെ ഓടിച്ചെന്നവനെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്തു പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോൾ ഈ സൗണ്ട് കേട്ടിട്ട് എനിക്ക് വളരെയധികം പേടിയാവുന്നു എന്ന് അവൾ പറയുമ്പോൾ ഉടനടി തന്നെ അവൻ ശക്തി ഉപയോഗിച്ച് കേൾവി ശക്തി സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം അവളെ ബെഡിലേക്ക് കിടത്തുന്നുണ്ട്. ഹീറോയിന്റെ സഹോദരിയായ പെൺകുട്ടി മാസ്ക് ധരിച്ച വ്യക്തിയോട് വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ടൈമും നിങ്ങൾ ഫെയിൽ ആയല്ലോ, ഒരു നരന്ത പെണ്ണിനെ കൊല്ലാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും ഇപ്രാവശ്യം അവൾ കൊല്ലപ്പെടും, അതിനുള്ള ഐഡിയ തന്റെ പക്കലുണ്ടെന്ന് ആ വ്യക്തി പറയുന്നുണ്ട്. പിന്നീട് ഹീറോ കിച്ചണിൽ ഫുഡ് കുക്ക് ചെയ്യുകയായിരുന്നു. ഹീറോയിൻ കണ്ണുകൾ തുറന്നപ്പോൾ അവള് കിച്ചണിലെ ടേബിളിന്റെ പുറത്തായിരുന്നു. ഞാൻ ഇന്നലെ ബെഡ്റൂമിലല്ലേ കിടന്നത്, പിന്നെങ്ങനെ കിച്ചണിൽ വന്നു എന്ന് അവള് ഹീറോ എടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് നന്നായി വിശന്നു, നിന്റെ അടുത്തൊന്ന് മാറിപ്പോകാനും സാധിക്കില്ലല്ലോ, അതുകൊണ്ട് ഞാനാ നിന്നെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ കിടത്തി എന്ന് അവൻ പറയുന്നു. അതിനുശേഷം കഴിക്കെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കുള്ള ഫുഡും അവൻ ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. തന്റെ അച്ഛനമ്മമാരുടെ മരണശേഷം ആരും തനിക്ക് ഇഷ്ടത്തോടെ ഫുഡൊന്നും കുക്ക് ചെയ്ത് തന്നിട്ടില്ല എന്ന് തന്നെ അവൾ വല്ലതെ ഫീൽ ചെയ്ത് പറയുന്നുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ ഹീറോയിന് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരുന്നുണ്ട്. അവളുടെ മുത്തശ്ശി മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വളരെയധികം വിഷമിച്ചു കരഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശിയെ കാണാനായി എത്തുന്നുണ്ട്. ഇതേ സമയം ഹീറോയിന്റെ അച്ഛന്റെ ചേട്ടന്റെ മകളായ പെൺകുട്ടിയില്ലേ, അവളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഹീറോയിന്റെ അടുത്ത് സ്വത്തുകളൊക്കെ ഭാഗം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. നിനക്ക് തീരെ അറിവില്ലേ, ഈ സമയത്താണോ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്ന് തന്നെ അലറിക്കൊണ്ട് ഹീറോയിൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അവരെ കണ്ടതും ആ പെൺകുട്ടി വല്ലതെ ഭയപ്പെടുന്നുണ്ട്. അവളുടെ ഭർത്താവ് അവളെ അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഹീറോയിൻ ഭയങ്കരമായി കരയുന്നുണ്ട്. എനിക്ക് ഈ ലോകത്തിലെ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ വിട്ടിട്ട് എങ്ങനെ അവർക്ക് പോകാൻ തോന്നി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ ഒരുപാട് കരയുന്നുണ്ട്. അവളുടെ ആ കരച്ചിൽ കണ്ടപ്പോൾ ഹീറോയ്ക്കും അവന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ടായിരുന്നു. മുത്തശ്ശി എങ്ങനെ മരിച്ചു എന്ന സംശയം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഹീറോ അവിടെയുള്ള സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ ട്രിപ്പിനുള്ളിൽ വിഷം കലർത്തിയിരിക്കുന്നെന്നുള്ള കാര്യം ഹീറോ കണ്ടെത്തുന്നുണ്ട്. മുത്തശ്ശിയുടെ സ്വാഭാവിക മരണമല്ലെന്നും ആരോ കൊലപ്പെടുത്തിയതാണെന്നും അവൻ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിലെ സഹോദരി തന്നെയായിരിക്കാമെന്ന് ഹീറോയിന് നല്ലവണ്ണം അറിയാമായിരുന്നു. അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. മുത്തശ്ശിയുടെ ഫ്യൂണറലിന് സഹോദരി വന്നിട്ടാവട്ടെ സ്വത്തുക്കളെല്ലാം തന്റെ പേരിലാണ് മുത്തശ്ശി എഴുതി വെച്ചിരിക്കുന്നതെന്നും തന്നോട് ഇതിനു മുമ്പ് തന്നെ ആ കാര്യത്തെപ്പറ്റി പറഞ്ഞിരുന്നു എന്നും ആ പെൺകുട്ടിയും ഹസ്ബൻഡും വാദിക്കുന്നുണ്ട്. എന്നാൽ അതിനെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ഹീറോയിൻ തിരിച്ചു തിരക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് മുത്തശ്ശി സ്വത്തുവകകൾ ആരുടെ പേർക്കാണോ എഴുതിയിരിക്കുന്നതെന്നുള്ള എഗ്രിമെന്റ് അവിടേക്ക് എത്തിക്കുന്നുണ്ട്. അതിലാവട്ടെ ഹീറോയിന്റെ പേർക്കായിരുന്നു അവർ എല്ലാ സ്വത്തുവകളും എഴുതി വെച്ചിരിക്കുന്നത്. ഇതറിഞ്ഞ സഹോദരി ആവട്ടെ വളരെയധികം ദേഷ്യത്തോടെ ഞാൻ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല, ചാവുന്നതിന് മുമ്പായി ആ കിഴവി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെക്കുറിച്ച് ഒരുപാട് മോശമായി അവർ സംസാരിക്കുന്നു. അതിനുശേഷം ഹീറോയിനെ അറ്റാക്ക് ചെയ്യാൻ ആ പെൺകുട്ടി പോകുന്നുണ്ടെങ്കിലും ഹീറോ അവന്റെ ശക്തി ഉപയോഗിച്ച് നിലത്ത് നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ അവളുടെ കാലും കയ്യും ഒക്കെ ബന്ദിയാക്കുന്നുണ്ട്. പക്ഷേ ഹീറോയിന് ആ പ്രോപ്പർട്ടീസും സ്വത്തുകളും ഒക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൾ മാരേജ് കഴിക്കണമെന്ന് പറയുമ്പോൾ അതിന് ഒരാളുണ്ടെന്ന് ഹീറോയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. എന്നെ മാരേജ് ചെയ്യണമെന്നാണോ നീ ആഗ്രഹിക്കുന്നതെന്ന് ഹീറോ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അവൾ കാണാൻ വളരെ സുന്ദരിയാണല്ലോ എന്നും അവളെ നോക്കിക്കൊണ്ട് അവൻ മനസ്സിൽ ഓർക്കുന്നു. ഹീറോയ്ക്ക് ചെറുതായി തന്നെ അവളോട് പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. ഹീറോന്റെ സഹോദരിയായ പെൺകുട്ടി വളരെയധികം ടെൻഷനിലായിരുന്നു. അവൾ ആരെങ്കിലും മാരേജ് ചെയ്യുമോ, ചെയ്താൽ സ്വത്തുവകളെല്ലാം കൈവിട്ടു പോവുമല്ലോ എന്നൊക്കെ അവൾ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്.
നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട, അവൾ ആരെയാണ് മാരേജ് കഴിക്കാൻ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയാമെന്ന് പറഞ്ഞ് ആ മാസ്ക് ധരിച്ച വ്യക്തിയാവട്ടെ അവന്റെ മാസ്ക് ഊരി മാറ്റുന്നുണ്ട്. അവന്റെ പേര് ഫാങ് എന്നാണ്. ഹീറോയിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് അവൻ. ഹീറോയിന്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ ഹീറോയിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവൾക്ക് അവന്റെ മേലിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അവരിരുവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഹീറോ വളരെ ജലസായി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോയിൻ ഇനി അവനെ എങ്ങാനും മാരേജ് ചെയ്യുമോ എന്ന ഭയത്തിലായിരുന്നു ഹീറോ അവരെ ഇരുവരെയും നോക്കിക്കൊണ്ടിരുന്നത്. അവൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ അവനെ കണ്ടിട്ട് ജലസായോ എന്ന്. അവൻ എത്ര നല്ല വ്യക്തിയൊന്നും അല്ലല്ലോ എന്ന് ഹീറോ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഹീറോയിൻ അവനോട് ഇങ്ങനെ ചോദിച്ചത്. ഞാനെന്തിനാ അവനെ കണ്ടിട്ട് ജലസാവുന്നേ എന്ന് ഹീറോ തിരിച്ചും ചോദിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിന് റീയൂണിയൻ പാർട്ടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അവളുടെ ഒരു ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. പാർട്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് അവളുടെ പക്കലുള്ള ഡ്രസ്സുകളെല്ലാം അവളെ എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. നിന്റെ കയ്യിലുള്ളതെല്ലാം ഓൾഡ് ഫാഷൻ ആണെന്നും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പ് ഗ്ലോബൽ ബ്രാൻഡ് ഡ്രസ്സുകൾ ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൻ ശക്തി ഉപയോഗിച്ച് കുറേയധികം ഡ്രസ്സുകൾ അവിടേക്ക് വരുത്തുന്നുണ്ട്. അത് കണ്ട് ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. എടാ മഹാബാബി, നീ ഏതെങ്കിലും പെമ്പിള്ളാരുടെ പിന്നാലെ ചുറ്റി നടക്കുകയായിരുന്നോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അത് കേട്ടത് എയറിൽ നിന്ന് ഡ്രസ്സുകളെല്ലാം അവന്റെ മുകളിലോട്ട് തന്നെ വീഴുന്നുണ്ട്. നീ എന്തിനാ എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഹീറോ ചൂടാവാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അവൾ ആ ഡ്രസ്സുകളെല്ലാം വാരിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അതിൽ നിന്നൊരു ഡ്രസ്സ് ധരിച്ച് ഹീറോയിൻ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഡ്രസ്സ് അവൾക്ക് നന്നായി യോജിക്കുന്നുണ്ടെന്നും അതിൽ അവൾ കൂടുതൽ സുന്ദരിയാണെന്നും ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. ഇവളെ നഷ്ടപ്പെടുത്താതിരിക്കാൻ നോക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോയിൻ വളരെ ഹാൻഡ്സമായി ഡ്രസ്സ് ചെയ്ത് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ഹീറോയിനും എത്തുമ്പോൾ ഹീറോ അവളുടെ നേർക്ക് കൈ നീട്ടുന്നുണ്ടെങ്കിലും ഫാങ് ഉടനടി വന്ന് അവളുടെ നേർക്ക് കൈ നീട്ടുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ആവട്ടെ ഫാങ്ങിന്റെ കയ്യിലൊന്നും പിടിക്കാതെ നേരെ പാർട്ടിയിലേക്ക് എൻ്റർ ആവുന്നു. ഒരു ബോഡി ഗാർഡ് ഇത്രയും ഫാഷനബിളായി വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കുമെന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നേ. നീ വളരെ ഹാൻസം ആയിട്ടുണ്ടെന്ന് ഫാങ് പറയുമ്പോൾ നിന്റെ ഡ്രസ്സിംഗ് സെൻസ് വളരെ മോശമാണെന്ന് ഹീറോയും പറയുന്നുണ്ട്. അവിടെയുള്ളവരൊക്കെ ഹീറോയിന്റെ സൗന്ദര്യത്തെ പുകഴ്ത്തുകയും അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് മില്യൺസ് വിലയുണ്ടാവുമെന്ന് അടക്കം പറയുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ രണ്ടുപേര് വന്ന് ഫാങ്ങുമായി പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഹീറോ വളരെയധികം എൻജോയ് ചെയ്തത് കാണുകയായിരുന്നെങ്കിലും ഹീറോയിൻ അതിന്റെ ഇടയിലേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ അവർ ഹീറോയിനെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ശക്തി ഉപയോഗിച്ച് തിരിച്ചവരെ അറ്റാക്ക് ചെയ്യേണ്ടി വരുന്നു. പിന്നീട് ആ ഫാങ്ങും ഹീറോയിനും കൂടി ചേർന്ന് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഹീറോയ്ക്ക് അതൊന്നും തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് പോലും അവൻ ഉടച്ചു കളയുകയും അവിടെ ഉണ്ടായിരുന്ന പവർ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഹീറോയിൻ ഓവറായി ഡ്രിങ്ക്സ് കഴിക്കുകയും അതോടൊപ്പം തന്നെ ഫാങ് അവളുടെ മേൽ അഡ്വാൻറ്റേജ് എടുക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ആവട്ടെ ഹീറോയെ ഹഗ് ചെയ്ത് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോയ്ക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. അവനാവട്ടെ അവളെ ചുമലിലേറ്റി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഫാങ് പാർട്ടിയൊക്കെ അവസാനിച്ചതിനു ശേഷം അവനെ ഉപദ്രവിച്ച ആൾക്കാർക്ക് പണം നൽകുന്നുണ്ട്. ഹീറോയിന്റെ സിമ്പതി നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഫാങ്ങിന്റെ ഫാമിലി ഹീറോയിന്റെ ഫാമിലി മൂലമാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവൻ റിവെഞ്ചിന് വേണ്ടി ഹീറോയിനെ യൂസ് ചെയ്യുകയായിരുന്നു. ഹീറോ അവിടെ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കിടക്കയിലേക്ക് കിടത്തുന്നുണ്ടെങ്കിലും അവള് പിന്നാലെ വന്ന് ഹീറോയെ ഹഗ് ചെയ്യുന്നു. തന്റെ അടുത്ത് നിന്ന് എവിടേക്കും പോകരുതെന്ന് പറഞ്ഞ് അവളോടൊപ്പം തന്നെ അവനെ പിടിച്ചു കിടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്ത അവളാവട്ടെ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ തന്നെ നീ എന്തിനാണ് എൻ്റെ അടുത്ത് വന്ന് കിടന്നതെന്ന് ചോദിച്ച് അവനോട് വഴക്കടിക്കുന്നുണ്ട്. നിനക്ക് ഇന്നത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ? നീയല്ലേ എന്നെ ഇന്നലെ പോവാതെ ഇവിടെ പിടിച്ചു കിടത്തി എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഓർമ്മ വന്ന് അവള് ചമ്മലോടെ തന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നീട് ഡോറ് ബെല്ലടിക്കുന്നത് കേട്ടിട്ട് തുറന്നു നോക്കിയപ്പോഴോ ഫാങ് ആയിരുന്നു അത്. ഇന്നലെ പാർട്ടിയിൽ വെച്ച് നീ നിന്റെ ബാഗ് മറന്നു വെച്ചു എന്നും അത് നൽകാനായി വന്നയാണെന്നും ഫാങ് അവളോട് പറയുന്നുണ്ട്. അവൻ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ അവനെ അവിടെ തന്നെ തടഞ്ഞു നിർത്തി സംസാരിക്കുകയായിരുന്നു. പക്ഷെ ഫാങ് ആവട്ടെ അവളെ അവിടെ വെച്ച് തന്നെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവൻ അവളെ റിങ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നത് ഹീറോ മറിഞ്ഞു നിന്ന് കണ്ടിരുന്നു. ജലസായ അവൻ ഉടനടി തന്നെ അവിടേക്ക് എത്തി ആ റിങ് തട്ടിക്കളയുന്നുണ്ട്. എന്തിനാ നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? നീ വെറും ഒരു ബോഡി ഗാർഡ് അല്ലേ? അകത്ത് നിനക്ക് എന്താ ജോലി എന്ന് ഫാങ് ചോദിക്കുമ്പോൾ ഞാൻ അവളുടെ ബോഡി ഗാർഡ് ആണെന്ന് ആരാ പറഞ്ഞത്? ഞാൻ അവളുടെ ലവർ ആണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഫാങ് വീണ്ടും അവളെ റിങ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഹീറോ റിങ് മന്ത്രശക്തി ഉപയോഗിച്ച് ചാമ്പലാക്കി മാറ്റുന്നു. ഇനിയും ഇവിടെ നിൽക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഈ മോതിരം പോലെ നീയും ചാമ്പലായി പോകുമെന്ന് തന്നെ ഹീറോ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. നീ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നതെന്ന് അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും ഹീറോ ഉടനടി നീ ഇനി ആരെയും മാരേജ് ചെയ്യരുതെന്ന് പറഞ്ഞ് അവൾക്ക് റിങ് ധരിപ്പിച്ചു കൊടുക്കുകയും അവളെയും കൂട്ടി സിവിൽ ബ്യൂറോയിലേക്ക് പോയി നിയമപ്രകാരം തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ വളരെ ഹാപ്പിയായി തന്നെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നീട് കമ്പനിയിലേക്ക് വന്ന ഹീറോയിൻ ആവട്ടെ ബോർഡ് മെമ്പേഴ്സിനോടൊക്കെ ഇതാണ് എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് ഹീറോയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റും കാണിക്കുന്നു.
ഇതൊക്കെ കണ്ടിട്ട് ഹീറോയിന്റെ സഹോദരിയായ പെൺകുട്ടിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവള് നേരെ ഫാങ്ങിന്റെ അടുത്ത് ചെന്നിട്ട് താൻ കരുതിയതുപോലെ തന്നെ അവൾ മാരേജ് ഒക്കെ കഴിഞ്ഞ് കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്റെ പക്കൽ മറ്റൊരു ഐഡിയ ഉണ്ടെന്ന് ഫാങ് പറയുന്നു. അങ്ങനെ ഹീറോയിനും കൂടി നടന്നു വരുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവശ നിലയിൽ നിലത്തേക്കിരുന്ന് തന്നെ സഹായിക്കണമേ എന്ന് അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോയിൻ അവളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഹീറോ അവരുടെ പിന്നാലെ പോയില്ല, അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിന്നതേയുള്ളൂ. എന്നാൽ ഇതേ സമയം തന്നെ അവന്റെ ദേഹമാസകലം വീണ്ടും തീപടരാൻ തുടങ്ങുന്നു. അവൾക്ക് ആപത്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ ഹീറോ പെട്ടെന്ന് തന്നെ പിന്നാലെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയെ അറ്റാക്ക് ചെയ്യാനായി ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഹീറോയിന് അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ ശക്തികൾ ക്രമാതീതമായി കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. ഹീറോയുടെ ശ്രദ്ധയും ശക്തിയും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഫാങ് പിന്നിൽ നിന്ന് അവനെ കത്തി ഉപയോഗിച്ച് കുത്തുന്നു. ഹീറോയിന്റെ മുമ്പിൽ വയ്യാന്ന് പറഞ്ഞ് അഭിനയിച്ച പെൺകുട്ടിയാണ് ഹീറോയിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയിരുന്നത്. ഹീറോയിൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടി അവളെ കത്തി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതേ സമയം തന്നെ ഹീറോ അവളുടെ വിരലിൽ ധരിപ്പിച്ച് മോതിരത്തിൽ നിന്ന് വന്ന ശക്തി ആ പെൺകുട്ടിയെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി ബോധരഹിതയാവുന്ന സമയം കൊണ്ട് ഹീറോയിൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവിടെ നിന്ന് അവൾ നേരെ ഹീറോയെ തിരക്കി വരുന്നുണ്ടെങ്കിലും ഒരുപാട് റിപ്പോർട്ടേഴ്സും ആൾക്കാരുമെല്ലാം ഹീറോയുടെ ചുറ്റും കൂടി അവന്റെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഫോറൻസിക്കുകാർ വരെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വിചിത്ര ജീവിയെ നോക്കുന്ന പോലെയാണ് അവനെ എല്ലാവരും നോക്കിക്കണ്ടത്. ഹീറോയിൻ അവന്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ അവന്റെ ദേഹത്തെ തീയെല്ലാം അണയുന്നുണ്ട്. അവൾ വേഗം തന്നെ ഹീറോയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. തീർച്ചയായും ഇങ്ങനെ ചെയ്തവരെ വെറുതെ വിടരുതെന്ന് അവൾ മനസ്സിലുറപ്പിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ അവിടേക്ക് ഒരുപാട് മീഡിയക്കാർ ഇരച്ചു കയറുന്നുണ്ട്. നിങ്ങളുടെ മുത്തശ്ശിയെ നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയാണ് കൊന്നേന്നുള്ള റൂമേഴ്സ് കേൾക്കുന്നല്ലോ, അത് സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്, തന്റെ ഹസ്ബൻഡ് അത്രക്കാരനല്ല എന്ന് പറഞ്ഞവരെ മനസ്സിലാക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ വീണ്ടും ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഹീറോയെ അവിടെ നിർത്തുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ അവൾ അവനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവന്റെ സ്ഥിതി അതീവ മോശമായി കൊണ്ടിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഹീറോ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അവന്റെ പേരിലുള്ള പ്രോപ്പർട്ടീസും മറ്റ് ബാങ്ക് കാർഡ്സും എല്ലാം ഹീറോയിനെ ഏൽപ്പിക്കുന്നുണ്ട്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇല്ലെങ്കിലും അവളതൊക്കെ യൂസ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിന്റെ കമ്പനിയുടെ ഷെയർസ് ഒക്കെ ഒരുപാട് താഴോട്ട് പോയിരുന്നു. അവരുടെ കമ്പനിയിലെ പ്രോപ്പർട്ടീസ് എല്ലാം പോകുമെന്ന് പറഞ്ഞ് എല്ലാവരും ടെൻഷനിലായിരുന്നു. എന്നാൽ ഹീറോയിന്റെ സഹോദരി മാത്രം വളരെയധികം ഹാപ്പി ആയിരുന്നു. ഇതേ സമയം തന്നെ അവരുടെ കമ്പനിയുടെ സ്റ്റോക്സ് കുത്തനെ ഉയരുന്നുണ്ട്. ഹീറോ ആണ് സ്റ്റോക്ക് എല്ലാം വാങ്ങുന്നതെന്ന് ഫാങ്ങിന് നന്നായി മനസ്സിലാവുന്നുണ്ട്. അത് അവരെ വല്ലാതെ അലോസരപ്പെടുത്തി. പിന്നീട് ഹീറോയിൻ കമ്പനിയിലേക്ക് വന്ന് അവളുടെ സഹോദരിയുടെ അടുത്ത് ഇനി അവൾ ചെയ്ത പ്രവർത്തിക്ക് കമ്പനിയിൽ തുടരാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് ഡിസ്മിസ് ലെറ്റർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൾ മുത്തശ്ശിയുടെ കല്ലറ സന്ദർശിക്കാനായി പോകുന്നു. അവൾ ആ കല്ലറയിൽ തൊട്ടിട്ട് നിങ്ങളെ അവർ കൊന്നതാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ഒരുപാട് വിഷമത്തോടെ കരയുന്നുണ്ട്. ഇതേ സമയത്ത് ഫാങ് അവിടെ വന്ന് അവന്റെ വെഡിങ് ഇൻവിറ്റേഷൻ ഹീറോയിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിനും കൂടി ആ മാരേജിന് പോകുന്നുണ്ട്. ഫാങ് ആവട്ടെ അവനെ ഒരു ഗെയിം കളിക്കാനായി വിളിച്ചിരുത്തുന്നു. ഇതേ സമയം ഹീറോ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീയല്ലേ ഇതിന്റെയൊക്കെ പിന്നിലെന്ന്. അതെ, ഞാൻ തന്നെയാണ്. നീയല്ലേ ഷെൻ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്റെ അച്ഛനും അമ്മയും ഒരു ദയാദക്ഷിണ്യം കൂടാതെ കൊന്നുകളഞ്ഞേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിയുമായിട്ടുള്ള കോൺട്രാക്ട് പ്രകാരം ഷെൻ ഫാമിലിയെ സംരക്ഷിക്കുന്നതായിരുന്നല്ലോ ഹീറോയുടെ കടമ. അന്ന് ഹീറോയിന്റെ ഫാമിലിയെ ഫാങ്ങിന്റെ അച്ഛനും അമ്മയും ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഫാങ്ങിന്റെ അച്ഛനും അമ്മയും ഹീറോയുടെ കയ്യിൽ തന്നെ മരണപ്പെട്ടത്. ഹീറോനെ ഉപയോഗിച്ച് തന്റെ റിവെഞ്ച് നടപ്പിലാക്കാൻ പോവുകയാണെന്നും ഫാങ് പറയുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയുടെ ദേഹമാസകലം വീണ്ടും തീ പടരാൻ തുടങ്ങുന്നു. ഹീറോയുടെ അടുത്ത് നിന്ന് ഫാങ്ങിന്റെ ആൾക്കാർ അവളെ ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് തന്നെ ഹീറോയെ അവൻ ബന്ദിയാക്കുന്നു. ഇതേ സമയം തന്നെ ഫാങ്ങിന്റെ വധുവായിട്ട് അഭിനയിച്ച പെൺകുട്ടിയുണ്ടല്ലോ, തന്റെ ഭർത്താവിനെ തിരികെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന പേർപ്പസിലൊക്കെ സൈൻ ചെയ്യണമെന്ന് ഹീറോയിന്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോയിന്റെ പേരിലുള്ള സ്വത്തുവകളെല്ലാം അവരുടെ പേരിലേക്ക് മാറ്റിയിടുന്നതായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു അത്. തനിക്കൊന്നും വേണ്ട, തന്റെ ഹസ്ബൻഡിനെ മാത്രം മതി എന്ന് പറഞ്ഞ് അവൾ അതിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയെ അവർ ഹീറോയിന്റെ അടുത്തേക്ക് വിട്ടയക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കിസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളെല്ലാം അവന് ഓർമ്മ വരുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിലും ഹീറോയിൻ തന്നെയായിരുന്നു അവന്റെ ഭാര്യ. ഹീറോ ഒരു രാജ്യത്തിന്റെ ജനറൽ ആയിരുന്നു. യുദ്ധം കഴിഞ്ഞ് അവൻ തിരിച്ച് മടങ്ങി അവന്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഹീറോയിന്റെ മരണവാർത്ത അറിയുന്നത്. അവളെ അടക്കിയ സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ വരുന്നതുവരെ നീ എന്തുകൊണ്ടാണ് വെയിറ്റ് ചെയ്യാതിരുന്നേ എന്നൊക്കെ ചോദിച്ച് അവൻ ഒരുപാട് കരയുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പായി ഒരു പെൻഡന്റ് ഹീറോയുടെ അടുത്ത് നൽകണമെന്ന് പറഞ്ഞ് ജോലിക്കാരിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ആ പെൻഡന്റ് ജോലിക്കാരി അവന്റെ കയ്യിൽ നൽകുന്നുമുണ്ട്. അതും കൂടി കണ്ടപ്പോൾ അവളുടെ വിയോഗം സഹിക്കവയ്യാതെ അവളില്ലാത്ത ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തറച്ച ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു അവൻ. ഈ വിവരങ്ങളെല്ലാം ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിലും നീയായിരുന്നു എൻ്റെ വൈഫെന്നും ഇത്രയും വർഷം ഞാൻ നിനക്ക് വേണ്ടിയാ കാത്തിരുന്നേന്ന് പറഞ്ഞ് അവൻ വളരെ സന്തോഷത്തോടെ തന്നെ അവളെ കിസ് ചെയ്യുന്നു. ഉടനടി തന്നെ ഹീറോയുടെ കയ്യിലേക്ക് ആ പെൻഡന്റ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കോൺട്രാക്റ്റ് ഒക്കെ അവസാനിച്ചിരിക്കുന്നെന്നും ഇനിയെല്ലാം ശരിയാവുമെന്നും ഹീറോ അവളുടെ അടുത്ത് പറയുമ്പോൾ ഹീറോയിനും സന്തോഷമാവുന്നുണ്ട്.
പക്ഷെ ഫാങ് ആവട്ടെ അവർ നിൽക്കുന്ന സ്ഥലത്ത് ബോംബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരിരുവരുടെയും കഥ ഇതോടെ കഴിയാൻ പോവുകയാണെന്ന് ഫാങ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടന്നു വരുന്ന സമയത്ത് തന്നെ ഹീറോ അവന്റെ ശക്തി ഉപയോഗിച്ച് ഫാങ്ങിന്റെ കഴുത്ത് ഞെരിക്കുന്നുണ്ട്. അങ്ങനെ ഫാങ് മരണപ്പെടുന്നുണ്ട്. ആ ബോംബ് ബ്ലാസ്റ്റിൽ നിന്ന് ഹീറോയിനെ അവൻ രക്ഷിക്കുന്നുമുണ്ട്. പക്ഷെ ഇതേ സമയം തന്നെ ഹീറോയുടെ ശരീരം വായുവിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങുന്നുണ്ട്. അവരിരുവരും തമ്മിലുള്ള കോൺട്രാക്ട് അവസാനിച്ചത് കൊണ്ടാണ് അവന്റെ കയ്യിലേക്ക് ആ പെൻഡന്റ് പ്രത്യക്ഷപ്പെട്ടത്. ഭൂമിയിലെ അവന്റെ ആയുസ് അവസാനിച്ചിരിക്കുന്നു. അവരുടെ ശരീരം പൂർണ്ണമായും വായുവിൽ അലിഞ്ഞു ചേർന്നു. തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോവരുതെന്ന് അവൾ കരഞ്ഞുകൊണ്ട് അവനോടെന്നോണം പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ഹീറോയിന്റെ സഹോദരിയെയും അവളുടെ ഭർത്താവിനെയും ബോഡി ഗാർഡ്സിനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഹീറോയിന്റെ കമ്പനി ആവട്ടെ അവളുടെ മേൽനോട്ടത്തിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് പോകുന്നുണ്ട്. ചൈനയിലെ തന്നെ ഏറ്റവും വലിയ അറിയപ്പെടുന്നതും പെരുമയറിഞ്ഞ ഒരു കമ്പനിയായി അവളുടെ കമ്പനി മാറുകയും ചെയ്തു. ഹീറോയിനാവട്ടെ ഹീറോ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും മുത്തശ്ശി ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് ജീവിതം നയിച്ചു. ഹീറോയ്ക്ക് വേണ്ടി അവൾ നിർമ്മിച്ച കല്ലറയിൽ വല്ലാതെ ഫീൽ ചെയ്ത് അവൾ നിൽക്കുന്ന സമയത്ത് ഒരാൾ കുടയുമായി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ അയാൾ ഹീറോയിന്റെ നേർക്ക് പെൻഡന്റ് കാണിക്കുന്നുണ്ട്. പെൻഡന്റ് കണ്ട് ഷോക്കായ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, ഹീറോ ആയിരുന്നു. ഹീറോയിന് വേണ്ടി വീണ്ടും അവൻ ഈ ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അവൾ വളരെ സന്തോഷത്തോടെ തന്നെ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇരുവരും ഇനി മുതൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ പോവുകയാണെന്ന് പറയുന്നിടത്ത് നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിലെ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് അൻമിയ, ഫയറുസ, ഷഫ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെയും ഫേസ്ബുക്ക് ചാനലിന്റെയും ലിങ്ക് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ കയറി ഒന്ന് ഫോളോ ആക്കണേ. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.